ഇതൊരു BS3 ആണ് വണ്ടി. ഇത് നമ്മളൊരു കൊച്ചിയിൽ നിന്നുള്ള എറണാകുളം ഭാഗത്തു നിന്നുള്ള ഒരു കസ്റ്റമർ വണ്ടിയാണ്. അപ്പം മുപ്പര് എന്തോ ഒരു വണ്ടിയുള്ള അറ്റാച്ച്മെന്റ് ഉണ്ടോ എന്തോ അതിലെ വണ്ടി റീസ്റ്റോർ ചെയ്യണം ഉദ്ദേശിച്ച് വണ്ടി നമ്മൾ എത്തിച്ചാണ്. ആ വണ്ടിയുടെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പം BS3 എന്ന വണ്ടി ഞാൻ പല വീഡിയോയിലും പറയാറുണ്ട്. BS3 എന്ന വണ്ടി റീസ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ അത് പക്ക ഒരു CI എഞ്ചിന്റെ മോഡൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് വന്ന UC എഞ്ചിനിൽ വന്ന ഫസ്റ്റ് കാറ്റഗറി വണ്ടി CI എഞ്ചിനുമായിട്ട് പഴയ CI എഞ്ചിന്റെ ബോഡിയായിട്ട് ഒരു 90% ആ രീതിയിൽ നീതി പുലർത്തിക്കൊണ്ട് ആ ബോഡി ഇറക്കിയേക്കുന്നത്. ചെറിയ മാറ്റം വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ ബാക്കിലെ മഡ്ഗാർഡിന്റെ സ്റ്റൈൽ ഇവിടെ വന്ന മാറ്റമായിരുന്നു. അപ്പം കരിയർ സാരി ഗാർഡ് വിത്ത് സാരി ഗാർഡാണ് CI എഞ്ചിൻ UC എഞ്ചിനിൽ വന്നത്. പിന്നെ ഇതിന് ശേഷമുള്ളത് മഡ്ഗാർഡ് കുറച്ചുകൂടി ബാക്കൗട്ട് ആക്കിയിട്ട് ആണ് നമ്മൾ വന്നിട്ടുള്ള BS4 കുറച്ചൊരു മഡ്ഗാർഡ് കുറച്ചുകൂടി സൈസ് കൂട്ടിയിട്ടുണ്ട്. മഡ്ഗാർഡിന്റെ സ്റ്റൈ കുറച്ച് ലെങ്ത് കൂട്ടിയിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ കുറച്ചുകൂടി ചേർന്ന് നിൽക്കുന്ന BS3യുടെ മഡ്ഗാർഡും അതിന്റെ മഡ്ഗാർഡ് സ്റ്റൈ തന്നെയാണ്. അപ്പം ഇതില് നമ്മൾ ഡീകംപ്രഷൻ ഉണ്ട്, നോക്കാൻ പറഞ്ഞിട്ടുള്ള ഡീകംപ്രഷൻ ഉണ്ട്. അതേമാതിരി തന്നെ സെൽഫ് സ്റ്റാർട്ട് ഉണ്ട്, ഡിസ്ക് ബ്രേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു വണ്ടിക്ക് ഇന്നത്തെ ഒരു റോഡ് വെച്ച് ഓടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യവും ഈ വണ്ടിയിൽ ഓൾറെഡി ആയിട്ടുണ്ട്. സാധാരണ പോരായ്മ ഡിസ്ക് ബ്രേക്ക് ആയിരുന്നു, അതേമാതിരി സെൽഫ് സ്റ്റാർട്ട് ആയിരുന്നു. പിന്നെ ഡീകംപ്രഷൻ എന്നൊരു പഴയൊരു CI എഞ്ചിന്റെ ആ ഒരു ഡീകംപ്രഷൻ പിടിച്ചുകൊണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന ഓർമ്മപ്പെടുത്തലിന്റെ ഭാഗമായി റീകംപ്രഷൻ നമ്മൾ ഇവിടെ ഈ വണ്ടിയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതെല്ലാം കൊണ്ട് ഒതുങ്ങിയിട്ടുള്ള ഒരു വണ്ടി. അപ്പോൾ എത്ര കോസ്റ്റ് ആയി റീസ്റ്റോറേഷന്റെ കംപ്ലീറ്റ് ഒരു വീഡിയോ ഇതിന് ശേഷം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓരോ ഭാഗങ്ങളായി ഫസ്റ്റ് ഈ വണ്ടി എങ്ങനെ ആയിരുന്നു എന്നുള്ളത് ഒരു അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്ത് കാണിച്ചു തരാം. എനിക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇതിൽ പഴയത് എന്ന് പറയാൻ ആകെ ഇതിന്റെ മുകളിലുള്ളത് ആ മീറ്റർ മാത്രം. ആംബിയർ മീറ്ററും അതായത് പ്രഷർ മീറ്ററും നമ്മൾ മാറ്റിയിട്ടില്ല. ആ പഴയ മീറ്ററിനാണ് അതിൽ വെച്ചിട്ടുള്ളത്. നോക്കട്ടോ, ആ മീറ്റർ 45,969 കിലോമീറ്ററാണ് ഇപ്പോൾ ഇതിൽ കാണുന്നത്. കുറച്ചൊരു മങ്ങലുണ്ട് മീറ്ററിന്, എന്നാലും പഴയ മീറ്റർ നിൽക്കുക തന്നെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതാണ്. ആ പെയിന്റിങ്ങിന്റെ ടാങ്കിന്റെ പിന്നെ ലൈനിങ് കാര്യങ്ങളൊക്കെ നോക്കട്ടോ. ഇതൊന്നും പോളിഷ് കാര്യങ്ങൾ ഒന്നും തൊടാത്തൊരു വണ്ടിയാണ്. വർക്ക് കഴിഞ്ഞിപ്പോൾ അങ്ങോട്ട് ഇറക്കിയിട്ടേ ഉള്ളൂ. അതായത് ഓയിൽ കാര്യം ജസ്റ്റ് തുടച്ചും എടുത്തിട്ടുള്ള ഒരു പോളിഷ് ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. അതേപോലെ വല്ലാതെ ഹൈപ്പ് കാണിച്ചിട്ട് വീഡിയോ എടുത്ത് LED ലൈറ്റൊക്കെ ഇട്ട് റൂമിലൊക്കെ ആയിട്ട് വീഡിയോ എടുക്കുന്ന സ്വഭാവമൊന്നും എനിക്കില്ല. ഞാനിപ്പോൾ ഇങ്ങനെയുള്ളത് കാണിക്കും. അപ്പോൾ അതിൽ നിങ്ങൾ അതിൻ്റെ ക്ലാരിറ്റി മനസ്സിലാക്കിക്കൊള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൽ എനിക്കൊരു പ്രശ്നമായിട്ട് എനിക്കിപ്പോൾ തോന്നിയിട്ടുള്ള ഇതിൽ ഉണ്ടായിരുന്ന സൈലൻസർ തീർത്തും ഒരു പഴയ മോഡല്, അതായത് ഒരു പഴയ വണ്ടിയുടെ സൈലൻസർ ആയിരുന്നു. അതായത് ഫ്രീ ഫ്ലോ സൈലൻസർ ആയിരുന്നു. അപ്പോൾ അത് മാറ്റിയതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഷോറൂമിൽ ഒരു പുതിയ വണ്ടി ഇറക്കി ഓട്ടുന്ന ഒരു ഫീല് മാത്രമേ ഇതിന് കിട്ടുന്നുള്ളൂ കേട്ടോ. അത് ഒരു പുത്തൻ വണ്ടി ഓടിക്കുന്ന ഒരു ഫീലുണ്ട്. പക്ഷെ എന്നാലും സൈലൻസറിന്റെ ഭാഗത്തു നിന്നുള്ള യാതൊരു ഫീലും ഇപ്പോൾ ഈ വണ്ടിക്ക് ഇല്ല നിലവിൽ. ഈ കസ്റ്റമറിന് ഇഷ്ടപ്പെടുവാവോ എന്താണെന്ന് അറിയില്ല. BS3 വണ്ടികൾക്ക് ഉള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് റീസ്റ്റോർ ചെയ്യുന്ന സമയത്ത് പൂർണ്ണമായിട്ടും ഒരു പഴയ വണ്ടിയുടെ ഒരു CI എഞ്ചിൻ വണ്ടി എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ റീസ്റ്റോർ ചെയ്ത് ഇറക്കാൻ പറ്റും. എഞ്ചിന്റെ മുകളിലേക്ക് നോക്കിയാൽ മാത്രമേ ഇതൊരു UC എഞ്ചിനാണ് എന്നുള്ളത് മനസ്സിലാവുള്ളൂ കേട്ടോ. കാരണം പഴയ വണ്ടിക്കുണ്ടായിരുന്ന പോരായ്മകളായിരുന്നു ഒന്ന് മഡ്ഗാർഡിന്റെ കർവൊക്കെ വളരെ വൃത്തികേടുണ്ടാവുക. എന്തെങ്കിലും തട്ടിക്കൂട്ട് പരിപാടി മാതിരിയാണ് പഴയ മഡ്ഗാർഡിന്റെ ഫ്രണ്ടൊക്കെ കട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നത്. അതൊക്കെ ഇപ്പൊക്കെ പൂർണ്ണമായിട്ടും പരിഹരിച്ചിട്ടുണ്ട്. എന്താ ഒരു ടിങ്കർ വർക്ക് കേസ് അടിച്ച് മടക്കിയിട്ട് നമുക്കത് ലെവലാക്കാൻ കൂടി കഴിയാത്തൊരവസ്ഥയിൽ, ഗ്രൈൻഡ് ചെയ്ത് ലെവലാക്കാൻ കൂടി കഴിയാത്ത അവസ്ഥയിലുണ്ടാവുക. അത് ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫോൾഡിങ് കട്ടായി പോകും. അപ്പൊ മാക്സിമം നമ്മൾ അത് റെഡിയാക്കി ഇടാറുണ്ട്. എന്നാലും പഴയ മഡ്ഗാർഡുകൾ ഫസ്റ്റ് എഞ്ചിൻ വന്ന UC എഞ്ചിനിലൊക്കെ ഒരു CI എഞ്ചിന്റെ സെയിം മഡ്ഗാർഡ് വൃത്തിയില്ലാത്ത
ഒരു കട്ടിങ് ഗിയർ ഇല്ലാത്ത രീതിയിൽ മഡ്ഗാർഡായിരുന്നു കൊടുത്തിരുന്നത് കേട്ടോ. ഇപ്പൊ പൊല്യൂഷന്റെ ഭാഗമായിട്ട് നമുക്ക് എന്തായാലും നിർബന്ധമായിട്ടും നിയമം അനുവദിക്കാത്തത് കൊണ്ടായിരിക്കാം കസ്റ്റമർ പറഞ്ഞത് സൈലൻസർ മാറ്റണം. ബെൻഡ് സൈലൻസർ ഒക്കെ മാറ്റിയതാണ്. അപ്പൊ എൻ്റെ ഒരു അഭിപ്രായത്തില് സൈലൻസർ മാറ്റി കഴിഞ്ഞാൽ വണ്ടിന്റെ ആ ഒരു ടോർക്ക് ഒരു പരിധി വരെ നമുക്ക് പോകുന്നുണ്ട്. അതുമായി തന്നെ ബുള്ളറ്റ് ഓടിക്കുന്ന ഒരു ഫീല് സത്യം പറഞ്ഞാൽ മുമ്പ് സൈലൻസർ മാറ്റി വെച്ച് ഓടിച്ചിട്ടുള്ള ആളുകൾക്ക് ഒരിക്കലും ഒരു സ്റ്റോപ്പ് സൈലൻസർ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉൾക്കൊള്ളാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ ഈ സൈലൻസറൊക്കെ വെച്ചിട്ട് ഓടിക്കാൻ നല്ല സുഖമുണ്ട്, നല്ല ഓക്കെ ആണെന്നൊന്നും ഞാൻ പറയില്ല. കാരണം സ്റ്റോപ്പ് സൈലൻസർ എന്നുള്ളത് ബുള്ളറ്റിന്റെ ഫീലിനെ തീർത്തും എന്താ പറയുക ഇല്ലാതാക്കുന്ന ഒരു സംഗതി തന്നെയാണ്. പക്ഷെ ഇപ്പൊ പുതിയ സൈലൻസർ വെച്ചത് കൊണ്ടായിരിക്കാം കുറച്ച് എനിക്കൊരു എന്താ പറയാ ഒരു ഓടിക്കാനൊരു സൈലൻസർ മാറ്റി വെച്ച വണ്ടി ഓടിച്ചിട്ടുള്ള ആ ഒരു സുഖം അനുഭവിച്ചുകൊണ്ടിന്റെ പേരിലാണ് എനിക്കിത് വലിയൊരു കംഫർട്ടായിട്ട് തോന്നുന്നില്ല. പക്ഷേ പുതിയ വണ്ടി സൈലൻസർ മാറ്റി വെച്ചാൽ കുറച്ച് കഴിയണം കേട്ടോ. കുറച്ചെങ്കിലും ഒരു എക്സോസ്റ്റ് നോട്ടൊക്കെ ഒന്ന് ഫ്രീ ആയിട്ട് വരണം എന്നുണ്ടെങ്കിൽ ഒന്ന് കുറച്ച് ഓടിക്കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു സ്മൂത്ത് റൈഡിങ് കിട്ടുള്ളൂ. BS3 സൈലൻസറിന് ഒരു പരിധി വരെ എക്സോസ്റ്റ് നോട്ട് ഉണ്ട്. പക്ഷെ പുതിയതായിരിക്കുന്ന സമയത്ത് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ വല്ലാതൊരു ഫീല് കിട്ടില്ല. കുറച്ച് കിലോമീറ്റർ ഓടുമ്പോൾ മാത്രമേ ഏതൊരു സൈലൻസറിനെയും ഇനിയിപ്പോൾ നമ്മൾ ഇൻഡോർ വെക്കുകയാണെങ്കിൽ ഏത് സൈലൻസർ വെക്കുകയാണെങ്കിലും നമുക്ക് കുറച്ച് ഒരു ടൈം കഴിയുമ്പോൾ മാത്രമേ നമുക്ക് ഇതിന്റെ ഒരു ഓടി കഴിയുമ്പോൾ മാത്രമേ ഇതിന്റെ എക്സോസിന്റെ നോട്ട് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കുക. പിന്നെ എല്ലാവരും ചെയ്യുന്ന ഒരു അബദ്ധമാണ്. അബദ്ധം എന്ന് പറഞ്ഞ മുമ്പ് വീഡിയോയിലും പറഞ്ഞത് ഡീകംപ്രഷൻ ചെയ്യുന്ന സമയത്ത് ഓട്ടോ ഡീകംപ്രഷറിന്റെ ആ ഒരു പിന്നെ സിസ്റ്റം ഒഴിവാക്കുക, ഒഴിവാക്കുക എന്നുള്ളത്. അത് ഒരു കാരണവശാലും നിങ്ങൾ ഒഴിവാക്കരുത്. നിങ്ങൾ കിക്കർ ടൈറ്റ് ഉണ്ടാകുമ്പോൾ ആ സമയത്ത് മാത്രം നമുക്ക് ആ ഒരു ഡീകംപ്രഷൻ പ്രസ് ചെയ്യാവുന്നതാണ്. എല്ലാ സമയത്തും ഫ്രീ ആയിട്ട് കിക്ക് ചെയ്യാവുന്നതല്ല. ഡീകംപ്രഷൻ പ്രസ് ചെയ്യാത്ത രീതിയിൽ പ്രസ് ചെയ്ത് പിന്നെ മാത്രം സ്റ്റാർട്ടാണ്. ഫുൾ ടൈം നമുക്ക് അതിനെ ആശ്രയിക്കേണ്ടതും. അല്ലാതെ എമർജൻസി ഘട്ടങ്ങളിലൊക്കെ നമുക്ക് ഡീകംപ്രഷൻ പ്രസ് ചെയ്യാതെ സ്റ്റാർട്ട് ചെയ്ത് പോകാവുന്നതാണ് കേട്ടോ. അത് ഊരി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നല്ലൊരു പോസിറ്റീവ് രണ്ടാമത് എന്തെങ്കിലും നമുക്ക് കാരണവശാൽ അത് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ അഥവാ ആരെങ്കിലും ഊരി വെച്ചിട്ടുണ്ടെങ്കിൽ ആ അസംബ്ലി കംപ്ലീറ്റ് വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി വെക്കുക. ആവശ്യം കംപ്ലീറ്റ് ഇൻസ്റ്റാൾ ചെയ്ത് വർഷവും ഉപേക്ഷിച്ച് പോകരുത്. ചില വർഷവുള്ള ആളുകളും ചിലപ്പോൾ കെയർലെസ് ആയിട്ട് അവർ ശ്രദ്ധിക്കാറുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കസ്റ്റമറാണ്, നമ്മളെ സൂക്ഷിച്ച് വെക്കുക. സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ആവശ്യം വരുമ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്ത് 2-3,000 രൂപയുടെ ലാഭം ഉണ്ടാവും കേട്ടോ. അപ്പൊ ഇത്രയാണ് എനിക്കിപ്പോ ഈ വീഡിയോയില് പറയാനുള്ളത്. അപ്പൊ ഇതിന്റെ ഒരു വീഡിയോ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. BS3 വണ്ടി സെൽഫ് സ്റ്റാർട്ടും അതേമാതിരി ഡീകംപ്രഷനും ഡിസ്പ്ലേക്കും എല്ലാം ആയിട്ടുള്ള ഒരു വീഡിയോ, വർക്ക് ചെയ്യുന്ന വീഡിയോ നിങ്ങളോട് എത്തിക്കാന്നാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ റീസ്റ്റോറേഷൻ വീഡിയോസ് ഞാൻ ഇതിന്റെ പുറകെയുള്ള വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. കുറേ കട്ടിംഗ് ആയിട്ട് എടുത്തു വെച്ചതാണ്. അതൊന്ന് എഡിറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. കാരണം ദിവസങ്ങളെടുത്ത് ചെയ്യുന്ന വർക്കായതുകൊണ്ട് ഒന്നായിട്ട് നമുക്ക് വീഡിയോയിൽ പെട്ടെന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ്. അപ്പം ഇത് നാളെ അല്ലെങ്കിൽ വ്യാഴാഴ്ച വെള്ളിയാഴ്ചയാണ് കസ്റ്റമർ വരിക. അപ്പോൾ ഡെലിവറി കൊടുക്കാനുള്ള വണ്ടിയാണ്. അപ്പോഴേക്കൊന്ന് പോളിഷൊക്കെ ചെയ്തൊന്ന് കുട്ടപ്പനാക്കി വെക്കണം. അപ്പോൾ നമ്മളൊരു വണ്ടിയും വർക്ക് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് സ്റ്റുഡിയോയിലൊക്കെ കയറ്റി ഒരു ഭയങ്കര ഹൈപ്പ് കാണിച്ച് വീഡിയോ എടുക്കുന്ന സ്വഭാവമൊന്നും എനിക്കില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങളിപ്പം ഒരു ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ വല്ലാതൊരു വൃത്തികേടൊക്കെ തോന്നുമെങ്കിലും വണ്ടി നേരിട്ട് കണ്ടാൽ തന്നെ അതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലാവുള്ളൂ. ഷോറൂം കണ്ടീഷൻ തന്നെ ഷോറൂം കണ്ടീഷൻ തന്നെ ആയിരിക്കും വണ്ടി, അല്ലെങ്കിൽ യാതൊരു സംശയവുമില്ല. അപ്പം പൈസ നമ്മൾ എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് വണ്ടി വൃത്തിയാവും. പെയിന്റിങ് വൃത്തിയായി മാത്രം പോരാ. അപ്പോൾ അതിൻ്റെ ഒരു ബാക്കിയുള്ള കാര്യങ്ങൾ കോസ്മെറ്റിക് പാർട്സുകളൊക്കെ മാറ്റുന്ന സമയത്ത് മാറ്റിയാൽ തന്നെ അതിൻ്റെ ഒരു വൃത്തി നീറ്റും കിട്ടുള്ളൂ. നെറ്റ് വരെ പഴയത് ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് എടുത്ത് കാണിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. അപ്പം കൂടുതലായിട്ട് ഇതിന് മുന്നേ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ വെറുപ്പിക്കുന്നില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോ വേണം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.